വലാ നൗം. ഉറക്കമില്ലാത്ത ഒരാളുണ്ട്, ഒളിക്കാമറയും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അത് റബ്ബാണ്. ആരുടെ കണ്ണും വെട്ടിക്കാം. അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തല്ലോ. അള്ളാന്റെ റസൂൽ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുത്തല്ലോ. ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ കടന്നു വന്നിട്ട് വിളിക്കുകയാണ്, വാടാ നിന്റെ വാപ്പ അറിയില്ലടാ, നിന്റെ ഉമ്മ അറിയില്ലടാ, നീ വന്നോ നമുക്കൊന്ന് രുചിച്ചു നോക്കാം എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ആണത്തമുള്ള ചെറുപ്പക്കാരൻ മക്കള് അവര് പറയുന്നു, ഇല്ല, ഈ 10-17 കൊല്ലക്കാലം 18 കൊല്ലക്കാലം എരിപൊരി കൊള്ളുന്ന വെയിലത്ത് കിടന്നിട്ട് പാടുപെട്ട എന്റെ വാപ്പയെ ചതിക്കാൻ, എന്റെ ഉമ്മയെ ചതിക്കാൻ എനിക്കതിന് കഴിയൂല. എന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നുമോനെ, നിന്റെ കൂട്ടുകാരൻ നിന്നെ തെറ്റിലേക്ക് വിളിച്ചാൽ ഞാനില്ലെന്ന് പറഞ്ഞിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറിയാൽ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരു ഓഫറുണ്ട് നിനക്ക്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. മോനെ, അത് തെറ്റാണെന്നറിഞ്ഞിട്ട് ആ ഒരു തെറ്റിൽ നിന്ന് നീ പിന്മാറിപ്പോയാൽ അള്ളാഹു നിനക്ക് 2 സ്വർഗം തരാമെന്ന്, അള്ളാഹു നിനക്ക് 2 സ്വർഗം തരാമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ. വീട്ടിലേക്ക് വന്നപ്പോൾ വാപ്പ എന്തോ പറഞ്ഞു, ഈ കളവനെ കൊണ്ട് കൂടി ഇല്ലേ, പെട്ടെന്ന് പറയാൻ എന്തോ ഇങ്ങനെ വന്നു. ഏയ് വേണ്ട, വാപ്പല്ലേ, തെറ്റാണെന്ന് എൻ്റെ വാപ്പയോട് എന്തെങ്കിലും പറഞ്ഞ് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മിണ്ടാതെ പോയ ചെറുപ്പക്കാരാ, അള്ളാഹ് പറയടാ നിനക്ക് 2 സ്വർഗം തരാൻ. മോനെ, നിനക്ക് 2 സ്വർഗം ഞാൻ തരാം. നിന്റെ വാപ്പാനെ കുറ്റപ്പെടുത്തിയില്ലല്ലോ, നിന്റെ ഉമ്മാനെ കുറ്റപ്പെടുത്തിയില്ലല്ലോ. ഏത് ആൺമക്കളാ ചിന്തിക്കുന്നത്? വാപ്പാന്റെ കഷ്ടപ്പാട് ആൺമക്കൾ കണ്ടറിയണം. പിന്നെയും പെൺമക്കൾ അത് കാണും. എങ്ങനെയാണെന്നറിയോ? അവർ വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ വാപ്പായുടെ ക്ഷീണവും സങ്കടവും ഒക്കെ അവർ കാണുന്നുണ്ട്. മോളെ, ഒരു ഗ്ലാസ് വെള്ളം ഇട്ടുണ്ട്. അത് ആൺമക്കളോട് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടൂലല്ലോ. മോളെ, ഒരു ഗ്ലാസ് വെള്ളം ഇട്ടുണ്ട് വാ എന്ന് പറഞ്ഞാൽ പെൺമക്കൾ വെള്ളം ഇട്ടുകൊണ്ട് കൊടുക്കുമ്പോൾ വാപ്പാൻ്റെ ഇരുത്ത കണ്ടാൽ തന്നെ പെൺമക്കൾക്ക് അത് മനസ്സിലാകും. ആൺമക്കൾ വന്നിട്ട് കിളവനിക്ക് വാതിലിൽ തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ, വേറെ അങ്ങോട്ട് മാറി ഇരുന്നുകൂടാ ഇല്ലേ. ആ സമയത്തും വാപ്പ വിളിച്ച്, ഇന്ന മോനൊരു മുട്ടായി ഉണ്ട്. പണ്ട് ഭയങ്കര സ്നേഹമായിരുന്നു. പാടത്തും ഇന്നലെ കുറച്ച് പിന്നെ ഈ പ്രവാസ ലോകമൊക്കെ വന്ന പണ്ട് പാടത്തും പറമ്പത്തൊക്കെ ജോലി ചെയ്ത് പാടം ഉഴുതുമറിച്ചു വരുന്ന വാപ്പയുടെ ശരീരത്ത് അഴുക്കും ചെളിയും എല്ലാമുണ്ട്. എന്നിട്ടും വാപ്പാന്റെ തോളത്ത് കൈയിട്ട് പിടിക്കും, വാപ്പക്ക് മുത്തം കൊടുക്കും. എന്തിനാ? വാപ്പന്റെ അരയില് മിഠായി ഉണ്ടാകും, അത് മേടിച്ച് കഴിച്ചിട്ട് നാളെ കൊണ്ടുവരണേ വാപ്പാന്ന് പറഞ്ഞ് മുത്തം കൊടുത്തിട്ട് പോയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മക്കള് വളർന്ന് വലുതായപ്പോ പിന്നെ ഈ വാപ്പക്കൊരു വിലയില്ല അല്ലേ. ആണത്തമുള്ള മക്കൾ പറഞ്ഞു ഏത് സദസ്സിലും ഇതെന്റെ വാപ്പയാണ് എന്ന് പറയാനുള്ള ചങ്കൂറ്റുണ്ടാക്കിയെടുക്കണം ഇല്ലേ. വാപ്പന്റെ കോലം ചിലപ്പോൾ മുഷിഞ്ഞ വേഷമായിരിക്കും, എന്നാലും വാപ്പ അല്ലാതായിട്ട് മാറണില്ല. വാപ്പയെ കൊണ്ടുവന്ന് സദസ്സിലിരുത്തണം, ഇതെന്റെ വാപ്പാണെന്ന് പറയണം അല്ലേ. അതിനിപ്പോ എന്തൊരു മടി? നമ്മുടെ വാപ്പക്ക് നല്ല ആരോഗ്യമുള്ളപ്പോ, നല്ല വൃത്തിയുള്ള സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വാപ്പയുടെ പല ഗസ്റ്റുകളും വന്നിട്ടുണ്ട്. അന്ന് നമ്മുടെ ശരീരം മുഷിഞ്ഞതായിരുന്നു. എന്നിട്ടും വാപ്പ വായെടുത്ത് ഇതെന്റെ 2ാമത്തെ മോന എന്ന് പറഞ്ഞ് കവിളത്ത് മുത്തം തന്നിട്ട് വാപ്പ പറഞ്ഞു, മോനെ ഉമ്മാന്റെ അടുത്ത് പറ, നല്ല ഡ്രസ്സ് ഇട്ടാൻ വേണ്ടി പറ. അപ്പോഴും വാപ്പ എടുത്തിട്ട് ഇതെന്റെ മോന എന്ന് പറഞ്ഞിരുന്നു. ഇന്നെന്റെ വാപ്പ എന്ന് പറയാൻ പറ്റണില്ല. പണ്ടത്തെ കാലഘട്ടത്ത് 10 മക്കളുള്ള ഒരു വീട്ടില് 10 മക്കളുള്ള ഒരു ഉമ്മയും ബാപ്പയും ഈ 10 മക്കളെ നല്ലതുപോലെ പോറ്റി വളർത്തി. ഇന്നോ 10 മക്കൾക്ക് ഈ ഒരു ഉമ്മാനെ വാപ്പാനെ വെക്കാൻ പറ്റൂല.